So clipper circuit, it is also known as wave shaping circuit. Okay. അപ്പം ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിമൂവ് എ പോർഷൻ ഓഫ് ഇൻപുട്ട് വേവ് ഫോം. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ക്ലിപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർ റിമൂവ് ചെയ്യാന്ന് തന്നെയാണ് എ പോർഷൻ ഓഫ് ഇൻപുട്ട് വേവിൻ്റെ ഒരു പോർഷൻ ക്ലിപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ബേസിക്കലി നമുക്ക് 4 ടൈപ്പ് ക്ലിപ്പർ സർക്യൂട്ടാണുള്ളത്. ഒന്ന് പോസിറ്റീവ് ക്ലിപ്പർ ഉണ്ട്, we can have negative clipper, and also we can have biased clipper. ആ പേര് തന്നെ ഉണ്ട് ഇതിനകത്ത് എന്താണെന്നുള്ളത്, കോമ്പിനേഷൻ ക്ലിപ്പ്. ഓക്കെ, ഈ പോസിറ്റീവ് ക്ലിപ്പറിൽ തന്നെ അത് 2 ടൈപ്പ് ഉണ്ട്, സീരീസ് ആൻഡ് ഷണ്ട്, സീരീസ് ആൻഡ് പാരലൽ. അപ്പം നെഗറ്റീവിലും ഉണ്ട് ഇതുപോലെ തന്നെ സീരീസ് ആൻഡ് ഷണ്ട്, ബയാസ്ഡ് ഉണ്ട് സീരീസ് ആൻഡ് ഷണ്ട്. അങ്ങനെ ഈ സീരീസ് ആൻഡ് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ്, ഡയോഡ് സീരീസ് ആയിട്ടാണോ പാരലായിട്ടാണോ കണക്ട് ചെയ്യുന്നത് വെച്ചിട്ടാണ് സീരീസ് ആൻഡ് ഷണ്ട് ക്ലിപ്പർ എന്ന് പറയുന്നത്. പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് വേവ് ഫോം ക്ലിപ്പ് ഓഫ് ചെയ്യുന്ന സർക്യൂട്ടുകളാണ്. അത് 2 ടൈപ്പ് ഉണ്ട്, സീരീസ് ആൻഡ് ഷണ്ട് ഉണ്ട്, ആൻഡ് നെഗറ്റീവ് ക്ലിപ്പറും സീരീസ് ആൻഡ് ഷണ്ട്സ് ഉണ്ട്. ബയാസ്ഡ് ക്ലിപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സൈഡ് മൊത്തം ക്ലിപ്പ് ചെയ്ത് കളയും, നെഗറ്റീവ് ക്ലിപ്പർ എന്ന് വെച്ചാൽ നെഗറ്റീവ് സൈഡ് മൊത്തം ക്ലിപ്പ് ഓഫ് ചെയ്ത് കളയും. ബയാസ്ഡ് ക്ലിപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോർഷൻ മാത്രമാണ്, ഇപ്പോൾ പോസിറ്റീവ് സൈക്കിളിൻ്റെ ആണെങ്കിൽ നെഗറ്റീവ് സൈക്കിളിൻ്റെ ആണെങ്കിലും ഒരു പോർഷൻ മാത്രമാണ് ക്ലിപ്പ് ഓഫ് ചെയ്തിട്ടുള്ളൂ. അതുപോലത്തെ സർക്യൂട്ടുകളെയാണ് നമ്മൾ ബയാസ്ഡ് ക്ലിപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫോർവേഡ് ബയാസിലും റിവേഴ്സ് ബയാസിലും ഒരു ഡയോഡിൻ്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാം. ഇപ്പം ഫോർവേഡ് ബയാസ് ആണെങ്കിൽ നമുക്കറിയാം അത് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് വർക്ക് ചെയ്യുക. റിവേഴ്സ് ബയാസ് ആണെങ്കിൽ അത് ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. Okay, consider forward bias means positive and negative is connected, then it will be act as a closed switch. Okay, so this is nothing but closed switch. And in reverse bias, ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഡയോഡ് ഉണ്ടെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ്, ഓപ്പൺ സ്വിച്ച്. സോ ഇത് ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്റ്റീവ്. ഓക്കെ, ഫൈൻ. ഞാൻ ഇത് സ്പീഡിൽ പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആയ കാരണമാണ്, ഇതിനകത്ത് ഡൗട്ട് വരേണ്ട കാര്യമില്ല. ദെൻ വി ക്യാൻ ഫസ്റ്റ് ഗോ ടു പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ. ഞാൻ പറഞ്ഞു സീരീസ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഡയോഡിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ്. ഒരു ക്ലിപ്പർ സർക്യൂട്ടിൽ നമുക്ക് ഡയോഡ് ഉണ്ടാവും. ക്ലിപ്പർ സർക്യൂട്ട് ഈസ് നത്തിങ് ബട്ട് എ ഡയോഡ് ആൻഡ് റെസിസ്റ്റർ. ഡയോഡിൻ്റെ റെസിസ്റ്ററിൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ ക്ലിപ്പർ സർക്യൂട്ടിലുണ്ടാകും. ഓക്കെ, അപ്പോൾ ഒരു ഡയോഡ് ഉറപ്പായിട്ടും ക്ലിപ്പർ സർക്യൂട്ടിലുണ്ടാവും, അതുപോലെ തന്നെ ഒരു റെസിസ്റ്ററും ഉണ്ടാവും. ഓക്കെ, ഇൻ പോസിറ്റീവ് സീരീസ് ക്ലിപ്പറിൽ ഞാൻ പറഞ്ഞു ഡയോഡ് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. So the circuit will be like this, and here I am applying input. The output is taken across the resistor. Okay, so I am applying, consider I am applying a sinusoidal signal. Like this, both having positive and negative cycle. Okay, what will be its output? So output, we know that in positive cycle is nothing but positive and negative here. That means the diode is in a reverse bias, isn't it?
In positive cycle, here upper side is positive and lower side is negative, and so this diode D is in reverse bias. So whenever the diode D is in reverse bias, then it will not conduct, so it will be act as an open switch. So there will be no connection between input and output. So consider this is 0 to pi and pi to 2 pi. So 0 to pi there will be no output, 0 to pi there will be no output, 0 output. And pi to 2 pi, what will happen? In pi to 2 pi, we know that negative cycle. So in negative cycle we can have positive and negative here. So at that time diode is in forward bias. Whenever the diode is in forward bias, it acts as the closed switch. So there will be a current is flowing like this. So that means we will get an output. So pi to 2 pi you will get an output. That means this is a positive series clipper. Why it is known as series clipper? So the diode is connected as in series. So it is known as series clipper. Why it is positive clipper? The positive side is clipped off. That is known as positive clipper. Then sometimes ഞാൻ പറഞ്ഞു ട്രാൻസ്ഫർ കർവ് ആയിരിക്കും ചോദിക്കുക. ട്രാൻസ്ഫർ കർവ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നത്തിങ് ബട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷനാണ് ട്രാൻസ്ഫർ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Input bar output relation. Okay, what is the input output relation? X le input varikya, y le output varikya. So this is plus V in, that is positive cycle. This is minus V in, negative cycle. Corresponding plus V out and minus V out is that. So during the positive cycle, that is 0 to pi, 0 to plus V in, the output will be 0. So there will be no output like this. Whenever we increase the V in plus V in, V out is 0. Whenever we increase the minus V in, minus V out will also increase. So it will be like this. So that means it's linearly varies with the input. The output linearly varies with the input. So its transfer curve will be look like this. അപ്പം രണ്ട് സൈക്കിളും കടത്തി വിടുമെങ്കിലോ നമുക്കൊരു ജസ്റ്റ് ഒരു ലൈൻ പോലെ തന്നെ കിട്ടിയാണ്. ഓക്കെ, സോ ഇറ്റ്സ് വേവ് ഫോം വിൽ ബി ലുക്ക് ലൈക്ക് ദിസ്. ദിസ് ഈസ് പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ ആയിരിക്കണമെങ്കിലോ ഈ ഡയോഡിൻ്റെ പൊസിഷൻ ഒന്ന് തിരിച്ചു വെച്ചാൽ മതി അല്ലേ? അണ്ടർസ്റ്റുഡ് അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ ഇതിനകത്ത്? ആർക്കെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റാത്തതുണ്ടോ? ഹലോ, ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, സോ അപ്പം നെഗറ്റീവ് സീരീസ് ക്ലിപ്പറിൽ ഇതൊന്ന് തിരിച്ചു വെച്ചാൽ മതി. ഇനി നമ്മൾ പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ തന്നെ ഞാൻ നോക്കണം. ഷണ്ട് ക്ലിപ്പർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒന്ന് റിവേഴ്സ് ഷണ്ട് പൊസിഷൻ, അതായത് പാരലായിട്ടായിരിക്കും. സോ ലെറ്റ് us ചെക്ക് പോസിറ്റീവ് ഷണ്ട് clipper. Okay. അപ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ഓഫ് ചെയ്ത് തരും. ഷണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിയർ ദ ഡയോഡ് ഈസ് കണക്റ്റഡ് പാരലൽ, ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഡയോഡിന് അക്രോസ് ആയിട്ടാണ് ഹിയർ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പം നമുക്കിവിടെ നോക്കാം,
in we can check. This is my input waveform, 0 to pi, pi to 2 pi, 2 pi to 3 pi, it goes like this. This is my input voltage, and what is my Vout at that time. Initially in 0 to pi, that means in this is the positive cycle, negative cycle, positive cycle, again positive. It will be like this. During the positive cycle, here it is positive and here it is negative. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് സൈക്കിൾ എപ്പോഴും പറയുമ്പോൾ അങ്ങനെ തന്നെ എടുത്താൽ മതി. ടോപ്പ് പൊസിഷൻ പോസിറ്റീവും ബോട്ടം പൊസിഷൻ നെഗറ്റീവും ആയിട്ട് എടുത്താൽ മതി പോസിറ്റീവ് സൈക്കിളിൽ. സോ ഡ്യൂറിങ് ദ പോസിറ്റീവ് സൈക്കിൾ വാട്ട് വിൽ ഹാപ്പൻ, ദ ഡയോഡ് ഈസ് ഇൻ ആക്ട് ആസ് എ closed switch because the diode is in forward bias. Whenever the diode is in closed switch, it will be just act as a conducting line. Conducting line ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുക. സോ കണ്ടക്റ്റിംഗ് ലൈൻ ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, the output will be 0 ആയി പോകും. കാരണം എന്താണ്, what will be the output is nothing but I into this resistance ആണ്, ഇവിടെയുള്ള റെസിസ്റ്റൻസ് ആണ്. Here the resistance will be 0. ഒരു കണ്ടക്റ്റിംഗ് ലൈൻ അക്രോസ് ആയിട്ട് നമ്മൾ എപ്പോൾ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ 0 ആകും. കാരണം എന്താ, കണ്ടക്റ്റിംഗ് ലൈൻ അക്രോസ് ആയിട്ട് റെസിസ്റ്റൻസ് ഇല്ലാത്ത കാരണം അവിടെ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. കാരണം I into R ആണ് V എന്ന് പറയുന്നത്. സോ അറ്റ് ദാറ്റ് ടൈം, ദാറ്റ് ഇസ് 0 to pi, the output will be 0. Okay. Then pi to 2 pi, what will happen? Negative cycle. Here it is positive, here it is negative. The diode is act as a open switch. Whenever the diode is act as an open switch, there will be no connection. Here ഒരു കണക്ഷനും ഇല്ല. Whatever the input, that will be getting the output. So pi to 2 pi, you will get the negative cycle. Completely you will get the negative cycle. Because this is open, whenever this is open, whatever the input, that will be getting the output. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സീരീസ് ക്ലിപ്പറാണെങ്കിൽ വെനെവർ ദ ഡയോഡ് ഫോർവേഡ് ബയാസ് ആകുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് ഉണ്ടാവുകയുള്ളൂ. കാരണം എന്താണ്, അപ്പോൾ മാത്രമേ ഒരു കണക്ഷൻ ഉണ്ടാവുകയുള്ളൂ. ബട്ട് ഇൻ പാരലൽ ഓർ ഷണ്ട് ടൈപ്പ് ക്ലിപ്പറിൽ വെനെവർ ദ ഡയോഡ് ഈസ് ഓപ്പൺ സർക്യൂട്ട്, ദെൻ ഓൺലി വി വിൽ ഗെറ്റ് ഔട്ട്പുട്ട്. അതർവൈസ് it will be shorted. Okay, hope this is clear. ഈ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇത് മൊത്തം ചെയ്യുന്നത്. സോ അപ്പം സീരീസ് ക്ലിപ്പർ ആണെങ്കിൽ ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യണം, അതായത് ഫോർവേഡ് ബയാസ് ആയിരിക്കണം ഔട്ട്പുട്ട് കിട്ടാനായിട്ട്. ഷണ്ട് ക്ലിപ്പർ ആണെങ്കിൽ ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കണം ഔട്ട്പുട്ട് കിട്ടാനായിട്ട്. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, ഫൈൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ദെൻ വി ക്യാൻ ഹാവ് ബയാസ്ഡ് സീരീസ് ക്ലിപ്പർ. നമുക്ക് ഒരു പോർഷനൊക്കെയാണ് ക്ലിപ്പ് ചെയ്യേണ്ടതെങ്കിൽ വി ക്യാൻ യൂസ് ബയാസ്ഡ് സീരീസ് Okay, 1 minute. Biased series. Okay. അപ്പോൾ സം ബയാസിങ് കൊടുത്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് സം DC സിഗ്നൽ കൊടുത്തിട്ടുണ്ടാവും ബയാസ്ഡ് സീരീസ് ക്ലിപ്പറിൽ. ദാറ്റ് ഐ ആം അപ്ലൈങ്. ഡയോഡ് സീരീസ് ആയിട്ട് തന്നെയായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ച് വോൾട്ടേജുകളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് പ്ലോട്ട് ചെയ്യാൻ എളുപ്പം. കുറച്ച് വോൾട്ടേജൊക്കെ ഇട്ട് കൊടുത്താലായിരിക്കും. ലെറ്റ് ഐ ആം അപ്ലൈങ് 10 sin omega t. 10 sin omega t എന്ന് പറഞ്ഞ ഇൻപുട്ട് വോൾട്ടേജാണ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഐ ആം അപ്ലൈങ് 3 voltage ഹിയർ. ഐ ആം അപ്ലൈങ് 3 voltage. ആൻഡ് ദ വോൾട്ടേജ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് കണക്റ്റഡ് അക്രോസ് resistor. So here the V in
is 10 sin omega t. Okay, and this is the reference voltage. This is the reference voltage, and reference voltage is 3 voltage, and diode and resistor. Okay, so we can look like what will be the input output waveform and also the transfer curve. എന്തായിരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ്ഫോമും ട്രാൻസ്ഫർ കർവും ഒന്ന് നോക്കാം. സോ that this is my input. So this is plus 10, this is 10 sin omega t, so this is plus 10 and minus 10, and this is 0 to pi and pi to 2 pi. Can look like what will be the output. Okay, ഇങ്ങനെ ഒരു പ്രോബ്ലത്തിനകത്ത് ഇനീഷ്യലി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്തൗട്ട് ദ ഇൻപുട്ട് വോൾട്ടേജ്, ദാറ്റ് മീൻസ് ഇനീഷ്യലി 0 വോൾട്ടേജ് ആണ്. വിത്തൗട്ട് ദ ഇൻപുട്ട് വോൾട്ടേജ് വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്, എന്താണ് ഔട്ട്പുട്ട് എന്നാണ് നോക്കേണ്ടത്. എന്തായിരിക്കും ഔട്ട്പുട്ട്? എന്തായിരിക്കും ഔട്ട്പുട്ട്? 0 വോൾട്ടേജിൽ എൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി. എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജ് ആണ്. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് ദാറ്റ് ടൈം? What will be the diode position? That is diode is in biasing of the diode. Forward bias ആയിരിക്കും, reverse bias ആയിരിക്കും at that time in 0 voltage input voltage. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി ആരെങ്കിലും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. 0 വോൾട്ടേജിൽ സർക്യൂട്ട് കംപ്ലീറ്റഡ് ആണ്. സോ കാരണം ഇവിടെ കണക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്? ഞാൻ ഡയോഡ് ഐഡിയലായിട്ട് എടുക്കുവാണ്. ഡയോഡിലെ കട്ടിൻ വോൾട്ടേജ് ഒന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഐഡിയൽ ഡയോഡാണ്. അതായത് ജസ്റ്റ് ഫോർവേഡ് ബയാസിൽ the diode will be act as a closed switch. At that time what will be the output? ഔട്ട്പുട്ട് പറയണ്ട, എന്തായിരിക്കും നിങ്ങളുടെ ഡയോഡിൻ്റെ പൊസിഷൻ? ഫോർവേഡ് ബയാസ് ആയിരിക്കും, റിവേഴ്സ് ബയാസ് ആയിരിക്കും? ഫോർവേഡ് ബയാസ് ആയിരിക്കും. 3 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആയിരിക്കും അല്ലേ? കാരണം നെഗറ്റീവ് കണക്ട് ചെയ്യുന്ന ഡയോഡിൻ്റെ നെഗറ്റീവിലേക്കാണ്, പോസിറ്റീവ് കണക്ട് ചെയ്യുന്നത് ഡയോഡിൻ്റെ പോസിറ്റീവിലേക്കാണ്. സോ 3 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആയിരിക്കും. അപ്പോൾ 3 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആവുമ്പോൾ വാട്ട് വിൽ ബി ദ വി ഔട്ട്? വി ഔട്ട് എത്രയായിരിക്കും? റെസിസ്റ്ററിലൂടെ പോകുമ്പോൾ എത്രയായിരിക്കും? 3 വോൾട്ടേജ് ആയിരിക്കും. അത് -3 വോൾട്ടേജ് ആണോ +3 വോൾട്ടേജ് ആണോ? അതോടെ മനസ്സിലാക്കണമല്ലോ നമുക്ക് എത്ര വോൾട്ടേജാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടതെന്ന്. ഇപ്പോൾ +3 ആണെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തണം, -3 ആണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇത് +3 ആണോ -3 ആണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. +3 ആണോ -3 ആണോ? തെറ്റിക്കോട്ടെ, തെറ്റിയാലും കുഴപ്പമില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്തേ. ആരെങ്കിലും പറഞ്ഞേ? ഗംഗ, സന, മുഫീന, ആരെങ്കിലും പറഞ്ഞേ? മാളവിക, ആരെങ്കിലും പറഞ്ഞേ? അല്ല, ഇത് ഞാൻ എൻ്റെ പോസിറ്റീവ് ക്ലിപ്പ്ഡ് ആണോ നെഗറ്റീവ് ക്ലിപ്പ്ഡ് ആണോ എന്നല്ല ഞാൻ ഇപ്പോൾ ചോദിച്ചത്. ഇപ്പോൾ ചോദിക്കുന്നത് എൻ്റെ ഈവൻ 0 വോൾട്ടേജിൽ ഇപ്പം ഡയോഡ് ഫോർവേഡ് ബയാസ് ആയിരിക്കും എന്ന് പറഞ്ഞു. 3 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആയിരിക്കും എന്ന് പറഞ്ഞു. 3 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആണെങ്കിൽ റെസിസ്റ്ററിന് അക്രോസ് 3 വോൾട്ടേജ് ഉണ്ടാവും. അത് +3 വോൾട്ടേജ് ആണോ -3 വോൾട്ടേജ് ആണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
0 വോൾട്ടേജിൽ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? എൻ്റെ ചോദ്യം മനസ്സിലായോ? 3 വോൾട്ടേജിൽ ഡയോഡ് ഫോർവേഡ് ബയാസ് ആയിരിക്കും. സോ ഡയോഡ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. സോ നിങ്ങൾ ഡയോഡിനെ കൺസിഡർ ചെയ്യേണ്ട, ഇവിടെ ഒരു കണ്ടക്റ്റിംഗ് ലൈൻ പോലെ തന്നെയാണ്. അപ്പോൾ 3 വോൾട്ടേജ് ആയിരിക്കും എനിക്ക് റെസിസ്റ്റർ അക്രോസ് ആയിട്ട്, കാരണം റെസിസ്റ്റർ അക്രോസ് ആയിട്ടാണ് ഞാൻ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് റെസിസ്റ്ററിനെ ക്രോസ് ആയ 3 വോൾട്ടേജ് ആയിരിക്കും. അത് +3 വോൾട്ടേജ് ആണോ -3 വോൾട്ടേജ് ആണോ? +3 വോൾട്ടേജ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടായിരിക്കും +3 വോൾട്ടേജ് ആണെന്ന് പറഞ്ഞത്? അല്ല ഞാൻ ചോദിക്കട്ടെ, 0 വോൾട്ടേജിനും അത് -3 ആണോ +3 ആണോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഇപ്പോൾ റെഫറൻസ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് +3 ആണോ -3 ആണോ റെസിസ്റ്ററിനെ വെച്ചിട്ട്, റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് എടുക്കുമ്പോൾ അത് +3 ആണോ -3 ആണോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? അതറിയാനായിട്ട് ഒരു വഴിയുണ്ട്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് ഞാൻ പറയാതിരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഡയോഡൊന്നും ഇല്ല എന്ന് കരുതുക, ഡയോഡില്ല, ജസ്റ്റ് ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യാമെന്ന് വിചാരിക്കും. ഞാനത് ഇവിടെ തന്നെ വരയ്ക്കാം. ഇപ്പം ഡയോഡൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും കൊടുക്കുകയെന്ന് വിചാരിക്കും. ഓക്കെ, ഇങ്ങനെ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നു, ഇതിൽ നിന്ന് ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നു. അപ്പം എന്താണ് ഇൻപുട്ട്, അത് തന്നെയായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, അല്ലേ? വെറുതെ ഒരു റെസിസ്റ്റർ മാത്രമാണ് വെച്ചിട്ടുള്ളൂ. ഞാൻ ഇൻപുട്ട് സൈക്കിൾ, പോസിറ്റീവ് സൈക്കിളിൽ എൻ്റെ ഇത് പ്ലസ് ഇത് മൈനസ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. സോ ആ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? മുകളിൽ നിന്ന് താഴത്തേക്കായിരിക്കും. മുകളിൽ നിന്ന് താഴത്തേക്കുള്ള റെപ്രസെൻറ്റേഷനെയാണ് ഞാൻ പോസിറ്റീവ് സൈക്കിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് സൈക്കിളാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിൽ നിന്ന് താഴത്തേക്കാണെങ്കിലാണ് ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടുക. ഓക്കെ, ഇനി നെഗറ്റീവ് സൈക്കിളിലോ, നെഗറ്റീവ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. ദാറ്റ് മീൻസ് ഇങ്ങനെയാണ് വരിക. ദിസ് ഈസ് നെഗറ്റീവ് സൈക്കിൾ. സോ അറ്റ് ദാറ്റ് ടൈം ഹിയർ ഇറ്റ് ഈസ് പ്ലസ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് മൈനസ്. ഞാനത് ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു. ദാറ്റ് മീൻസ് ദ കറണ്ട് പൊസിഷൻ ഹിയർ ഇറ്റ് ഈസ് പ്ലസ്, ഹിയർ ഇറ്റ് ഈസ് മൈനസ്. സോ കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ്. അതിനെയാണ് ഞാൻ നെഗറ്റീവ് കറണ്ടായിട്ട് എടുക്കുക. ക്ലിയർ ആയോ? അപ്പോൾ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുമ്പം മുകളിൽ നിന്ന് താഴത്തേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ പോസിറ്റീവ് കറണ്ടായിട്ട് എടുക്കുക. താഴെ നിന്ന് മുകളിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നെഗറ്റീവ് കറണ്ടായിട്ടാണ് എടുക്കുക. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ 0 വോൾട്ടേജിൽ ഫോർവേഡ് ബയാസാണ്, ക്ലോസ്ഡ് സ്വിച്ചാണ്. സോ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ? ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ എന്തായിരിക്കും? അപ്പോൾ ഏതായിരിക്കും? -3 വോൾട്ടേജ് ആയിരിക്കും. അപ്പം നിങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇനീഷ്യലി ഐ ഹാവ് 0 വോൾട്ടേജ്, ഐ ഹാവ് -3 വോൾട്ടേജ് ഹിയർ. ഓക്കെ, ഇനി എൻ്റെ പോസിറ്റീവ് സൈക്കിൾ വരുവാണ്. നൗ ദർ ഈസ് എ പോസിറ്റീവ് സൈക്കിൾ ഈസ് കമ്മിങ്. ഓക്കെ, ഈ പോസിറ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത് ഈ സെല്ലിനെ ആഡ് ചെയ്യുന്ന വോൾട്ടേജ് ആണോ അതോ സബ്സ്ട്രാക്ട് ചെയ്യുന്ന വോൾട്ടേജ് ആണോ വരുന്നത്? ഞാൻ പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുമ്പോൾ അതറിയാൻ വേറൊരു വഴിയുണ്ട്. നമ്മൾ സാധാരണ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ടോർച്ചിൻ്റെയൊക്കെ ബാറ്ററി, അല്ലെങ്കിൽ ഇപ്പം ഈവൻ റിമോട്ടിൻ്റെ ബാറ്ററി ആണെങ്കിലും ഒക്കെ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ആഡ് ചെയ്യുമ്പോൾ പ്ലസ് കൊടുക്കണം, മൈനസ് കൊടുക്കണം, ദെൻ അഗെയിൻ പ്ലസ് കൊടുക്കണം, മൈനസ് കൊടുക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ബാറ്ററി കണക്ട് ചെയ്യുന്നത് ഇങ്ങനെ, ദെൻ നെക്സ്റ്റ് ഇങ്ങനെ. ലോങ് ലൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്, ഷോർട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ബാറ്ററി നമ്മൾ ആഡ് ചെയ്യുള്ളൂ. ഇപ്പം ഞാനിവിടെ കൊടുത്തു, ഇതിനിങ്ങനെ കൊടുത്തു. അതിന് ശേഷം ഞാനിവിടെ നെഗറ്റീവ് തന്നെ കൊടുക്കുന്നെങ്കിലോ,
ഇങ്ങനെ ആഡ് ചെയ്യുന്നെങ്കിലോ അത് സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നൊരു ഇതായിട്ടാണ് വർക്ക് ചെയ്യുക. ഇതിനെ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്ന നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 0 വോൾട്ടേജ് ആയിരിക്കും. അപ്പം രണ്ടും ഇപ്പം +2 വോൾട്ടേജിൻ്റെ ബാറ്ററി ആണെന്ന് വിചാരിക്കുക, 2 വോൾട്ടേജിൻ്റെ ബാറ്ററി ആണെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് എഫക്റ്റീവ്ലി 4 വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. ഇത് 2 വോൾട്ടേജ്, ഇത് കാരണം -2 വോൾട്ടേജ് ആയിരിക്കും ഇതിൻ്റെ ഓർഡർ റിവേഴ്സ് ആയ കാരണം. സോ ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് എഫക്റ്റീവ് 0 വോൾട്ടേജ് കിട്ടുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ പ്ലസ് മൈനസ് അങ്ങനെയാണ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നൊരിത് കിട്ടുള്ളൂ. ഹിയർ വി നോ ദാറ്റ് ഇൻ പോസിറ്റീവ് സൈക്കിൾ ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ്, ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ ബാറ്ററീനെ ഒപ്പോസ് ചെയ്യുന്നൊരു വോൾട്ടേജാണ് ഇവിടെ കൊടുക്കുന്നത്. കറക്റ്റ് അല്ലേ? ഞാൻ പറയുന്നതിൽ ഡൗട്ടുണ്ടോ നിങ്ങൾക്ക്? ആ 3 വോൾട്ടേജ് സെല്ലിനെ ഒപ്പോസ് ചെയ്യുന്ന പോസിറ്റീവ് സൈക്കിളിൽ ഒപ്പോസ് ചെയ്യുന്ന വോൾട്ടേജാണ് കിട്ടുന്നത്. സോ ഒപ്പോസ് ചെയ്യുന്ന വോൾട്ടേജ് ഇപ്പം എഫക്റ്റീവ്ലി ഇവിടെ ഞാനൊരു 1 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എഫക്റ്റീവ്ലി ഈ സർക്യൂട്ടിൽ എനിക്ക് എത്ര വോൾട്ടേജ് ഉണ്ടാവും? -2 വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്? ഈ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ്ലി എനിക്കിവിടെ 1 വോൾട്ടേജ് ഉണ്ടെങ്കിൽ എനിക്ക് എഫക്റ്റീവ്ലി -2 വോൾട്ടേജാണ് ഉണ്ടാവുക. ദെൻ 2 വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടെങ്കിൽ എഫക്റ്റീവ്ലി എനിക്ക് 2ഉം -3 -1 വോൾട്ടേജാണ് ഉണ്ടാവുക. -1 വോൾട്ടേജ് ഉണ്ടാവുക. ഇനി എൻ്റെ 3 വോൾട്ടേജ് ആകുമ്പോൾ ദിസ് ഈസ് +3 വോൾട്ടേജ് +3 വോൾട്ടേജ് ആകുമ്പോൾ എഫക്റ്റീവ്ലി എനിക്ക് എത്ര വോൾട്ടേജ് ഉണ്ടാവും? 0 വോൾട്ടേജ് ഉണ്ടാവും. ആ ഐഡിയ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി ഞാൻ 4 വോൾട്ടേജ് വരുമ്പോൾ എനിക്ക് എത്രയായിരിക്കും എഫക്റ്റീവ് വോൾട്ടേജ് ഉണ്ടാവുക? ഔട്ട്പുട്ടിൽ എത്ര വോൾട്ടേജ് ഉണ്ടാവുക? 4 വോൾട്ടേജ് വരുമ്പോൾ, അതായത് ഇതിനെ എക്സീഡ് ചെയ്യുന്ന ഒരു 1 വോൾട്ടേജ് വന്നു. അപ്പോൾ എത്ര വോൾട്ടേജ് ഉണ്ടാവുക? ഔട്ട്പുട്ടിൽ 1 വോൾട്ടേജ്. അപ്പോൾ നിങ്ങൾ ഡയോഡിൻ്റെ പൊസിഷനോടെ നോക്കണം. അപ്പോൾ ഡയോഡ് എന്ത് പൊസിഷനിലായിരിക്കും? റിവേഴ്സ് ബയാസ് ആയിരിക്കും. റിവേഴ്സ് ബയാസിൽ എന്തായിരിക്കും? ഓപ്പൺ സ്വിച്ച് ആയിരിക്കും. ഓപ്പൺ സ്വിച്ചിൽ എന്ത് കിട്ടും? ഓപ്പൺ സ്വിച്ചിൽ ഔട്ട്പുട്ടൊന്നും കിട്ടില്ല. ദർ വിൽ ബി നോ കറണ്ട് ഫ്ലോ. ബിക്കോസ് സീരീസിൽ നമ്മളൊരു ഓപ്പൺ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി നോ കറണ്ട് ഫ്ലോ. അപ്പം ഇതിനെ എക്സീഡ് ചെയ്യുന്നൊരു വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പോസിറ്റീവ് സൈക്കിൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് റെഫറൻസ് വോൾട്ടേജിന് 3 വോൾട്ടേജിനെ എക്സീഡ് ചെയ്യുന്ന ഈ റെഫറൻസ് വോൾട്ടേജ് ഉള്ളത് കാരണമാണ് ഇത്രയും നേരം ഇത് ഫോർവേഡ് ബയാസ് ആയിട്ടിരുന്നത്. അത് കാരണമാണ് എനിക്ക് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് കിട്ടുകയും ചെയ്തത്. ദെൻ അതിനെ എക്സീഡ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സൈക്കിൾ വന്നു കഴിഞ്ഞാൽ, ഒരു 4 വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ, വാട്ട് വിൽ ഹാപ്പൻ? This diode will be in reverse bias. So whenever the diode is in reverse bias, what will happen? So the output voltage will be 0. Okay, so it will be like this. So in +3 voltage it will be like this. So it will be like this, and so നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കിളിൽ കിട്ടുന്ന ഇങ്ങനെയായിരിക്കും. ക്ലിയർ ആയോ ഈ ഐഡിയ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത്? ഓക്കെ. ഇനി എന്തായിരിക്കും നെഗറ്റീവ് സൈക്കിളിൽ? സോ ഇൻ നെഗറ്റീവ് സൈക്കിൾ വാട്ട് വിൽ ഹാപ്പൻ? ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ ഇതിനെ ആഡ് ചെയ്യുന്നൊരു വോൾട്ടേജാണ് വരുന്നത്. ഓൾറെഡി ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ് ഡ്യൂ ടു ദിസ് 3 വോൾട്ടേജ്. ദെൻ അഗെയിൻ ഇത് ആഡ് ചെയ്യുന്നതാണ്. ഇത് ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ പ്ലസ് ചെയ്യുന്ന വോൾട്ടേജ് തന്നെയാണ് വരുന്നത്. സോ ഇൻ നെഗറ്റീവ് സൈക്കിൾ വാട്ട് വിൽ ഹാപ്പൻ ഈസ് യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ വാട്ട് വിൽ ബി ദ പീക്ക് വോൾട്ടേജ്? പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ദ നെഗറ്റീവ് സൈക്കിൾ എത്രയായിരിക്കും? എത്ര വോൾട്ടേജ് ആയിരിക്കും? നിങ്ങൾ പറഞ്ഞു നോക്കി. എത്രയായിരിക്കും? -13 വോൾട്ടേജ് ആയിരിക്കും. അതിനകത്ത് ഡൗട്ട് വരേണ്ട കാര്യമില്ല. കാരണം പീക്ക് 10 വോൾട്ടേജ് -10 വോൾട്ടേജാണ് പീക്ക് വോൾട്ടേജ് വരിക.
-10 -3 -13 വോൾട്ടേജ് ആയിരിക്കും പീക്ക് വോൾട്ടേജ് വരിക. സോ ഇൻ ദിസ് സർക്യൂട്ട് ദ ഔട്ട്പുട്ട് വേവ് ഫോം വിൽ ബി ലുക്ക് ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ നിങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് റെഫറൻസ് വോൾട്ടേജ് എങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ ഒന്നുകൂടെ പറയണോ ഇത് എങ്ങനെയാണ് വന്നതെന്ന്. ഓക്കെ, ഇനീഷ്യലി ഇതുപോലെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതുപോലെ ജസ്റ്റ് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 0 വോൾട്ടേജിൽ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് ആദ്യം നോക്കേണ്ടത്. അതായത് ഇൻപുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജ് ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്നാണ് നോക്കേണ്ടത്. ദെൻ പോസിറ്റീവ് സൈക്കിളിൽ എന്താണ് വോൾട്ടേജ് വരുന്നത്, നെഗറ്റീവ് സൈക്കിളിൽ എന്താണ് വോൾട്ടേജ് വരുന്നതാണോ നോക്കുന്നത്. അപ്പോൾ ഇനി 0 വോൾട്ടേജ് പോലും ഡ്യൂ ടു ദിസ് ബാറ്ററി മൂലം ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ്. കാരണം ഈ ബാറ്ററിയുടെ നെഗറ്റീവാണ് ഡയോഡിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈവൻ ഈ 0 വോൾട്ടേജ് പോലും ഇവിടെ 3 വോൾട്ടേജ് ആയിരുന്നു. 3 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആണ്. ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിരിക്കും. സോ ആ 3 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ -3 വോൾട്ടേജ് ആയിരിക്കും. കാരണം എന്താണ്, ഇത് ഞാനൊരു ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാനൊരു കണക്ഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. കാരണം കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴെ നിന്ന് മേളിലേക്കായ കാരണം ഞാൻ ഒരു -3 വോൾട്ടേജാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ 0 വോൾട്ടേജിൽ ഐ വിൽ ഗെറ്റ് എ -3 വോൾട്ടേജ് ഡ്യൂറിങ് ദ പോസിറ്റീവ് സൈക്കിൾ. ഇനി ഞാൻ പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുകയാണ്. പോസിറ്റീവ് സൈക്കിൾ ഒരു സൈനസോയിഡൽ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു റാമ്പ് സിഗ്നൽ പോലെയാണ്. അതായത് റാമ്പ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിനനുസരിച്ച് ഞാൻ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിഗ്നൽ പോലെയാണ് ഞാൻ കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 വോൾട്ടേജ്, 1 വോൾട്ടേജ്, 2 വോൾട്ടേജ്, 3 വോൾട്ടേജ്, 4 വോൾട്ടേജ്, 5 വോൾട്ടേജ് അപ് ടു 10 വോൾട്ടേജ് വരെ പോവും. ദെൻ 10 വോൾട്ടേജ് 9, 8, 7 എന്ന് പറഞ്ഞിട്ട് 0 വോൾട്ടേജ് വരെ വരും. ഓക്കെ, അങ്ങനെ ഒരു റാമ്പ് പോലത്തെ ഒരു സിഗ്നലാണ് കിട്ടുന്നത്. ഒരു കർവ്ഡ് ആണെങ്കിലും ഒരു റാമ്പ് പോലത്തെ സിഗ്നലാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെ ആവുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? അങ്ങനെ ആവുമ്പോൾ ഇനിയിപ്പോൾ പോസിറ്റീവ് സൈക്കിളിൽ ഇവിടെ ബാറ്ററിയുടെ പൊസിഷൻ ഇങ്ങനെയാണ്. പോസിറ്റീവ് കൊടുത്തു കഴിയുമ്പം ഈ ബാറ്ററിയുടെ പോസിറ്റീവ് തന്നെ കൊടുക്കുമ്പം അതിനർത്ഥം അതിനെ സബ്സ്ട്രാക്ട് ചെയ്യുന്നൊരു വോൾട്ടേജാണ്. ബാറ്ററി ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ബാറ്ററി ആഡ് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവിലേക്കും നെഗറ്റീവ് പോസിറ്റീവിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ബാറ്ററി ആഡ് ചെയ്ത് വരുള്ളൂ. അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലി അറിയാവുന്നതാണ്. ഇവിടെ നോക്കൂ, പോസിറ്റീവാണ് ഈ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സബ്സ്ട്രാക്ട് ചെയ്യുന്നൊരു വോൾട്ടേജാണ് ഈ പോസിറ്റീവ് സൈക്കിളിൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 1 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി ഇതിനകത്ത് ഈ ബാറ്ററിയുടെ എനിക്ക് -2, ഈ ബാറ്ററിയുടെ പൊസിഷൻ വെച്ചിട്ട് എനിക്ക് -3 വോൾട്ടേജാണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. കാരണം ഇങ്ങനെയാണ് പോകുന്ന കാരണം ഞാൻ ഇനി പോസിറ്റീവ് സൈക്കിൾ 1 വോൾട്ടേജ് കൊടുക്കുമ്പോൾ എനിക്ക് എഫക്റ്റീവ്ലി കിട്ടുന്നത് -2 വോൾട്ടേജ് ആയിരിക്കും. അത് കാരണം എനിക്ക് ഇവിടെ 1 വോൾട്ടേജ് ആകുമ്പോൾ എഫക്റ്റീവ്ലി -2 വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. ഇനി 2 വോൾട്ടേജ് വരുമ്പോൾ, ഇൻപുട്ടിൽ 2 വോൾട്ടേജ് വരുമ്പോൾ എഫക്റ്റീവ്ലി എനിക്കിത് കിട്ടുന്നത് -1 വോൾട്ടേജ് ആയിരിക്കും. ഇനി 3 വോൾട്ടേജ് +3 വോൾട്ടേജ് വരുമ്പോൾ ഇത് മൊത്തം രണ്ടോടെ ക്യാൻസൽ ചെയ്ത് പോയത് 0 വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ +3 വോൾട്ടേജ് വരുമ്പോൾ 0 വോൾട്ടേജ് വരും. ഇനി +4 വോൾട്ടേജ് വരുമ്പോൾ ഇതിനെ എക്സീഡ് ചെയ്യുന്നൊരു വോൾട്ടേജ് വന്നു. അത് ഒരു 1 വോൾട്ടേജാണ് എഫക്റ്റീവ്ലി കിട്ടുന്നത്. 1 വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ മൈനസ് ആയിരിക്കും വരുന്നത്. കാരണം ഫോർവേഡ് പോസിറ്റീവ് സൈക്കിളായ കാരണം ഇതിനെ എക്സീഡ് ചെയ്യുന്നൊരു വോൾട്ടേജ് ആയ കാരണം ഇവിടെ പ്ലസും ഇവിടെ മൈനസും വരുന്നു. അപ്പോൾ അത് കാരണം ഈ ഡയോഡ് ആ സമയത്ത് റിവേഴ്സ് ബയാസ് ആയിരിക്കും. റിവേഴ്സ് ബയാസ് ആകുമ്പോൾ ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ദർ വിൽ ബി നോ കണക്ഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ ഔട്ട്പുട്ട് വിൽ ബി 0. സോ ഇനി പോസിറ്റീവ് സൈക്കിളിൽ ഈ വേവ് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ക്ലിയർ? നെഗറ്റീവ് സൈക്കിളിൽ ഇതിനെ ആഡ് ചെയ്യുന്ന എനിക്ക് -1 വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -1, -3, -4 വോൾട്ടേജ് ആയിരിക്കും എഫക്റ്റീവ്ലി എനിക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. അതുപോലെ -2 വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ -2, -3, -5 വോൾട്ടേജ് ആയിരിക്കും കിട്ടുന്നത്. എൻ്റെ പീക്ക് വോൾട്ടേജ് ആയ -10 വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -10, -3, -13 വോൾട്ടേജ് ആയിരിക്കും പീക്ക് വോൾട്ടേജ് കിട്ടുന്നത്. സോ ഇറ്റ്സ് വേവ് ഫോം വിൽ ബി ലുക്ക് ലൈക്ക് ദിസ്. ക്ലിയർ ആയോ? Okay, so what will be the transfer curve at that time? What will be the transfer curve? Transfer curve is nothing but the input output relation ആണ് transfer curve എന്ന് പറയുന്നത്. So in 0 voltage, so this is plus V in, this is minus V in, plus V out,
minus V out. Okay, so in 0 voltage I have a minus 3 voltage. Here we can have a minus 3 voltage here. Minus 3 voltage ഉണ്ട്. 0 വോൾട്ടേജ് പോലും ഔട്ട്പുട്ട് മൈനസ് 3 വോൾട്ടേജ് ഉണ്ട്. ഇനി ഞാൻ എൻ്റെ പ്ലസ് വി ഇൻ വോൾട്ടേജ് ആവുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 3 വോൾട്ടേജ് എന്നുള്ള മൈനസ് 2 വോൾട്ടേജ് ആവും. 1 വോൾട്ടേജിൽ മൈനസ് 2 വോൾട്ടേജ് ആവും. 2 വോൾട്ടേജിൽ പ്ലസ് 2 വോൾട്ടേജിൽ മൈനസ് 1 വോൾട്ടേജ് ആവും. 3 വോൾട്ടേജിൽ 0 വോൾട്ടേജ് ആവും. സോ if it is plus 3 voltage, the output will be 0 voltage, and above the plus 3 voltage the output voltage will be 0. So it's represent like this, and in negative cycle it will be like this. So this is consider this is minus 10 voltage. At that time the output voltage will be minus 13 voltage. So this will be the transfer curve. Transfer curve will be look like this. Input output relation look like this. So sometimes നിങ്ങൾക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം ആയിരിക്കും തരുന്നത്, സംടൈംസ് നിങ്ങൾക്ക് തരുന്നത് ദിസ് ട്രാൻസ്ഫർ കർവ് ആയിരിക്കും. അപ്പോൾ വൺസ് ഇത് ട്രാൻസ്ഫർ കർവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാനായിട്ട് പറ്റണം. ക്ലിയർ? ഈ ട്രാൻസ്ഫർ കർവ് എങ്ങനെ വരച്ചതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഡൗട്ടുണ്ടോ? സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ ഓക്കെ എക്സ് വൈ ഡയറക്ഷനിൽ പിന്നും വി ഔട്ടും വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇനീഷ്യലി 0 വോൾട്ടേജിൽ മൈനസ് 3 വോൾട്ടേജ് ആയിരുന്നു വി ഔട്ട്. ദെൻ പോസിറ്റീവ് സൈക്കിൾ ആവും തോറും -2 -1 0 വോൾട്ടേജ്. ദെൻ പ്ലസ് 3നേക്കാളും കൂടുതൽ ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയിരുന്നു 0 വോൾട്ടേജ് കിട്ടും. ആൻഡ് ഇൻ നെഗറ്റീവ് സൈക്കിളിൽ വെൻ ഇറ്റ് ഈസ് -10 വോൾട്ടേജ് ദ ഔട്ട്പുട്ട് വിൽ ബി -13 വോൾട്ടേജ്. ക്ലിയർ ആണോ ട്രാൻസ്ഫർ കർവ്? ഓക്കെ, ദെൻ ഞാൻ ഇപ്പം ഈ സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ ഈ ഡയോഡിൻ്റെ പൊസിഷൻ ഒന്ന് തിരിച്ചു വെച്ചു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം? നിങ്ങൾക്ക് തന്നെ ഒന്ന് വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കി. ഡയോഡിൻ്റെ പൊസിഷൻ ഞാനൊന്ന് തിരിച്ചു വെച്ചു. കൺസിഡർ വിൽ ബി അനദർ പ്രോബ്ലം. നിങ്ങൾക്ക് തന്നെ ഇതുപോലെ ഇഷ്ടം പോലെ ഇതിൽ നിന്ന് ഇഷ്ടം പോലെ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. ഇപ്പം ഞാനിപ്പം ഡയോഡിൻ്റെ പൊസിഷനാണ് തിരിച്ചു വയ്ക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററിയുടെ പൊസിഷൻ നിങ്ങൾക്ക് തിരിച്ചു വയ്ക്കാം. ഓക്കെ, സോ അന്നേരം നിങ്ങൾക്ക് എന്താണ് ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് നോക്കാം. നിങ്ങൾ ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കണം. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഞാൻ കുറച്ച് നമ്പേഴ്സ് തന്നെ ഇടുവാണ്. നമ്പേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും, അത് പറയാൻ എളുപ്പമുണ്ടാവും. സോ ഐ ആം അപ്ലൈങ് 10 sin omega t തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഐ ആം അപ്ലൈങ് എ 4 voltage. ഹിയർ ഐ ആം അപ്ലൈങ് എ 4 voltage and the diode position is like this. So this is resistor. So what will be the input output waveform? And so this is my positive and negative cycle, and here the peak voltage is plus 10 voltage and this is minus 10 voltage. This is my V in and this is my V out. So I can say like that. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ വരച്ചോളുക. ഇത് -4 വോൾട്ടേജ് ആണ്. കാരണം എന്താണ്, ഇത് ഇവൻ ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിൽ, ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഒന്നുമില്ല, ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിൽ കറണ്ട് പോകുന്നത് ഈ ഡയോഡ് കൂടെ ഇല്ല എങ്കിൽ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? താഴെ നിന്നും മുകളിലേക്കുള്ള കറണ്ടാണ്. അപ്പോൾ ഒരു -4 വോൾട്ടേജ് ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡയോഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു -4 വോൾട്ടേജ് ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഡയോഡുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ -4 നിട്ടത്, റെഫറൻസ് വോൾട്ടേജ് -4 നിട്ട്. അപ്പോൾ ഇവിടെ എനിക്ക് -3 നിട്ട് ഇടാം. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈനസ് നിട്ട്. ഇനി പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന വോൾട്ടേജ് ആണെന്നും നെഗറ്റീവ് വരുമ്പോൾ ഇതിനെ ആഡ് ചെയ്യുന്ന വോൾട്ടേജ് ആണെന്നും നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോളൂ. അതിൽ നിന്ന് മനസ്സിലാകും. ഓക്കെ, സോ ഹിയർ ഐ ഹാവ് -4 വോൾട്ടേജ്. സോ ഇനീഷ്യലി എന്താണ് ഈ സംഭവിക്കുന്നത്? ഇനീഷ്യലി ഈ ഡയോഡ് എന്ന് പറയുന്നത്
ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ? 0 വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിൽ റിവേഴ്സ് ബയാസ് ആണ്. സോ റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ആ ഡയോഡ് ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ അറ്റ് ദാറ്റ് ടൈം ഓപ്പൺ സ്വിച്ച് ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഇനീഷ്യലി എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജ് ആയിരിക്കും. ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ബിക്കോസ് ദ ഡയോഡ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. സോ ഓപ്പൺ സ്വിച്ച്. ഇനി എപ്പോഴാണ് ഞാൻ എൻ്റെ പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുക? പോസിറ്റീവ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത് ഈ ബാറ്ററീനെ ഒപ്പോസ് ചെയ്യുന്ന വോൾട്ടേജാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം പോസിറ്റീവ് വോൾട്ടേജാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ബാറ്ററീനെ ഒപ്പോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇനീഷ്യലി എൻ്റെ 1 വോൾട്ടേജ് ആണെങ്കിൽ എഫക്റ്റീവ്ലി എനിക്ക് 3 വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആണ് കിട്ടുക. എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 2 വോൾട്ടേജ് ആണെങ്കിൽ എഫക്റ്റീവ്ലി എനിക്ക് 2 വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആണ്. കാരണം എഫക്റ്റീവ്ലി എനിക്ക് വോൾട്ടേജ് കിട്ടുക -2 വോൾട്ടേജ് ആണ്. ആൻഡ് എഫക്റ്റീവ്ലി 3 വോൾട്ടേജ് ആണെങ്കിൽ എഫക്റ്റീവ്ലി എനിക്ക് കിട്ടുക -1 വോൾട്ടേജ് ആണ്. എഫക്റ്റീവ്ലി 4 വോൾട്ടേജ് ആണെങ്കിൽ എനിക്ക് എഫക്റ്റീവ്ലി കിട്ടുക 0 വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ 4 വോൾട്ടേജ് വരെ കൺസിഡർ ദിസ് ഈസ് 4 വോൾട്ടേജ് +4 വോൾട്ടേജ് +4 വോൾട്ടേജ് സൈക്കിൾ വരെ എനിക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 തന്നെയാണ് കിട്ടുക. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. 0 വോൾട്ടേജ് വരെ കിട്ടും. ഇനി എന്താണ് ചെയ്യുക? 4 വോൾട്ടേജിന് എക്സീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5 വോൾട്ടേജ് ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 5 വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ എക്സീഡ് ചെയ്യുന്നൊരു വോൾട്ടേജായി. അപ്പോൾ എഫക്റ്റീവ്ലി എനിക്ക് കിട്ടുക +1 വോൾട്ടേജാണ് ഇവിടെ കിട്ടുക. ഇവിടെ +5 വോൾട്ടേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ +5 -4 ദാറ്റ് മീൻസ് +1 വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. അറ്റ് ദാറ്റ് ടൈം ദ ഡയോഡ് വിൽ ബി ഇൻ ഫോർവേഡ് ബയാസ്. സോ ഇൻ 5 വോൾട്ടേജിൽ എനിക്ക് 1 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആയിരിക്കും ഉണ്ടാവുക. സോ എനിക്ക് 5 വോൾട്ടേജിൽ ഒരു 1 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ഉണ്ടായി. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, സ്മോൾ ഇൻക്രീസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ 6 വോൾട്ടേജിലോ എനിക്ക് 2 വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവുക. 7 വോൾട്ടേജിൽ 3 വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവുക. 10 വോൾട്ടേജിൽ അപ്പോൾ എനിക്ക് എത്ര വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവുക? 6 വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവുക. 10 +10 -4 +6 വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാവുക. സോ it will be like this and it will be like this. So and this waveform it will be like this. The waveform will be like this. So in positive cycle the output waveform will be like this. And what will be the peak voltage in positive cycle when it is 10 voltage? എത്ര ആയിരിക്കും peak voltage? 6 voltage exactly. +6 voltage ആയിരിക്കും എനിക്കുണ്ടാവും. Okay, then what will happen to the negative cycle? നെഗറ്റീവ് സൈക്കിളിൽ എന്തായിരിക്കും ഉണ്ടാവുക? പറഞ്ഞു നോക്കി, നെഗറ്റീവ് സൈക്കിളിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് സൈക്കിളിൽ എപ്പോഴും റിവേഴ്സ് ബയാസ് ആയിരിക്കും അറ്റ് ദാറ്റ് ടൈംസ്. അതായത് ഓൾറെഡി ഈ 4 വോൾട്ടേജ് മൂലം റിവേഴ്സ് ബയാസ് ആണ് -4 വോൾട്ടേജ്. ഇനിയും ഞാൻ നെഗറ്റീവ് സൈക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന മാക്സിമം ഇതെന്ന് പറഞ്ഞാൽ -4 -5 -6 അങ്ങനെ കിട്ടി -14 വരെയാണ് കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിലൊക്കെ ഈ ഡയോഡ് റിവേഴ്സ് ബയാസ് ആയിരിക്കും. അറ്റ് ദാറ്റ് ടൈം ദ ഔട്ട്പുട്ട് ഓൾവേസ് 0. അപ്പം നെഗറ്റീവ് സൈക്കിളിൽ എനിക്ക് ഔട്ട്പുട്ടേ ഉണ്ടാവില്ല. പോസിറ്റീവ് സൈക്കിളിൽ മാത്രമേ ആയിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവും. Okay, so what will be the transfer curve? So output waveform will be look like this. So the transfer curve എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും.
ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം വരച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കർവ് നമുക്ക് പെട്ടെന്ന് വരയ്ക്കാനായിട്ട് പറഞ്ഞു. അപ്പം 0 to 4 വോൾട്ടേജ് വരെ പ്ലസ് വി ഇൻ മൈനസ് വി ഇൻ പ്ലസ് വി ഔട്ട് മൈനസ് വി. 0 to +4 വോൾട്ടേജ് വരെ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവില്ല. ആൻഡ് ആഫ്റ്റർ ദ +4 വോൾട്ടേജ് ഐ വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. അപ്പം ഇവിടെ +10 വോൾട്ടേജ് ആയി കഴിയുമ്പം ഐ വിൽ ഗെറ്റ് +6 വോൾട്ടേജ്. ആൻഡ് ഇൻ റിവേഴ്സ് ബയാസ് മൈനസ് വി ഐ വിൽ നോട്ട് ഗെറ്റ് എനി ഔട്ട്പുട്ട്. സോ ഇൻ നെഗറ്റീവ് സൈക്കിളിൽ I will not get any output, and in positive cycle the output waveform will be like this. Clear ആയ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രോബ്ലത്തിനനുസരിച്ച് ഈ ജസ്റ്റ് ഈ ഡയോഡിൻ്റെ പൊസിഷനാണ് ചേഞ്ച് ചെയ്തത്. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ തന്നെ നിങ്ങൾ ഈ ബാറ്ററിയുടെ സെല്ല് നിങ്ങളൊന്ന് തിരിച്ചു വയ്ക്കുക. ഈ -4 വോൾട്ടേജ് എന്നുള്ളത് +4 വോൾട്ടേജ് ആക്കുക. ദെൻ നിങ്ങൾ ഔട്ട്പുട്ട് വേവ് ഫോമും അതിൻ്റെ ട്രാൻസ്ഫർ കർവും വരയ്ക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡയോഡ് തിരിച്ചു വെച്ചിട്ടും ഈ ബാറ്ററി ഒന്ന് തിരിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് 4 കോമ്പിനേഷൻ മൊത്തം കിട്ടും. ആ 4 കോമ്പിനേഷനും എങ്ങനെയാണ് ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് നോക്കുക. ഓക്കെ. ക്ലിയർ ആണല്ലോ? എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ. നിങ്ങൾ തന്നെ അതൊന്ന് ചെയ്ത് നോക്കുക. അതായത് ഈ 2 പ്രോബ്ലത്തിനകത്തും നിങ്ങൾ ബാറ്ററിയും ഡയോഡിൻ്റെ പൊസിഷനും തിരിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം 4 സർക്യൂട്ട്, ഞാനിപ്പോൾ 2 സർക്യൂട്ട് മാത്രമാണ് വരച്ചോളൂ. ജസ്റ്റ് ഇനീഷ്യലി ബാറ്ററിയുടെ പൊസിഷൻ മാത്രമാണ് തിരിച്ച് വെച്ചോളൂ. ഇനി നിങ്ങൾ സെല്ലിൻ്റെ പൊസിഷൻ തിരിച്ചു വയ്ക്കുക 2 പ്രോബ്ലത്തിനകത്തും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുന്നതെന്ന് നോക്കുക. ആ ഔട്ട്പുട്ട് വേവ് ഫോം നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യുക. ഓക്കെ. എങ്ങനെയാണ് -3 വോൾട്ടേജ്. +4 എന്നല്ലല്ലോ. ഏതിൻ്റെ കേസിലാണ് പറയുന്നത്? കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ കേസാണോ? ഓക്കെ. ഈ പ്രോബ്ലം അല്ലേ? +1 വോൾട്ടേജ് കിട്ടുമ്പോൾ എനിക്ക് എഫക്റ്റീവ്ലി എന്താ കിട്ടുന്നത്? ഇത് -4 വോൾട്ടേജ് അല്ലേ? എഫക്റ്റീവ്ലി -3 വോൾട്ടേജ് അല്ലേ കിട്ടുള്ളൂ? -3 ആണെന്ന് പറഞ്ഞാൽ ഡയോഡ് ആ സമയത്തും റിവേഴ്സ് ബയാസിൽ തന്നെ ആയിരിക്കില്ലേ? ക്ലിയർ ആണോ? ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ. ഞാനിപ്പം എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ തന്ന ഹോംവർക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അതായത് കഴിഞ്ഞ കേസിൽ ഞാൻ ഡയോഡിൻ്റെ പൊസിഷനല്ല, അതെ, ഡയോഡിൻ്റെ പൊസിഷനാണ് മാറ്റി വെച്ചത്. ഇനി നിങ്ങൾ സെല്ലിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് നോക്കുക. അന്നേരം ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഓക്കെ. സോ ഞാൻ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് സീരീസ് ക്ലിപ്പറാണ്. ദെൻ വി ക്യാൻ അതായത് ബയാസ് ചെയ്ത സീരീസ് ക്ലിപ്പറാണ്. ദെൻ വി ക്യാൻ ഹാവ് ബയാസ്ഡ് പാരലൽ ക്ലിപ്പർ ഓർ ഷണ്ട് ക്ലിപ്പർ. Let this is a 4 voltage, and here I am applying 10 sin omega t. ഞാൻ 10 തന്നെ എടുക്കുന്നത് 10ൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ എന്ന് കരുതിയാണ് 10 തന്നെ എടുക്കുന്നത്. എനി വോൾട്ടേജ് നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. Like this. So output is taken across this. So what will be the input and output waveform? Just draw the input waveform.
So this will be the plus 10 voltage and this will be the minus 10 voltage, and this will be the 0. This is positive cycle, this is negative cycle. So what will be this diode? ഈ ഡയോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനീഷ്യലി 0 വോൾട്ടേജിൽ ഈ ഡയോഡ് എന്തായിരിക്കും? ഇൻപുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജ് ആകുമ്പോൾ ഈ ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയാസ് ആയിരിക്കും, റിവേഴ്സ് ബയാസ് ആയിരിക്കും? റിവേഴ്സ് ബയാസ് ആയിരിക്കും. റിവേഴ്സ് ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ സ്വിച്ച് ആയിരിക്കും അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഇൻപുട്ട് വോൾട്ടേജ് 4 വോൾട്ടേജ് വരെ പോസിറ്റീവ് സൈക്കിളിൽ ഇനി നിങ്ങൾ നോക്കുക, ഇത് 4 വോൾട്ടേജ് വരെ ഇത് ഈ ഡയോഡ് എന്ന് പറയുന്നത് ഓപ്പൺ സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഇനി എൻ്റെ പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുമ്പോൾ ഞാൻ ഈ സെല്ലില്ല എന്ന് വിചാരിക്കുക, സെല്ലില്ലാത്ത കണ്ടീഷനിൽ പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുമ്പോൾ ഈ ഡയോഡ് എന്തായിരിക്കും? ഫോർവേഡ് ബയാസ് ആയിരിക്കും. ഡ്യൂ ടു ദിസ് പോസിറ്റീവ് ആൻഡ് ദിസ് ഇസ് നെഗറ്റീവ് ആകുമ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസ് ആയിരിക്കും. അപ്പോൾ ഞാനിനി പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുമ്പോൾ ഈ ഡയോഡിനെ, അതായത് ഈ സെല്ലിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു വോൾട്ടേജാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഇതിൽ നിന്ന് അണ്ടർസ്റ്റുഡാണ്. ഓക്കെ, സോ ആ സമയത്തും പക്ഷേ ഈ ഡയോഡ് എന്ന് പറയുന്ന അപ് ടു ഇൻപുട്ട് 4 വോൾട്ടേജ് പോസിറ്റീവ് സൈക്കിൾ 4 വോൾട്ടേജ് വരെ ഈ ഡയോഡ് എന്ന് പറയുന്നത് ഓപ്പൺ സ്വിച്ച് ആയിരിക്കും. വെൻ എവർ ദ ഡയോഡ് ഈസ് ഇൻ ഓപ്പൺ സ്വിച്ച് ഇൻ പാരലൽ കണ്ടീഷനിൽ ഡയോഡ് ഓപ്പൺ സ്വിച്ച് ആണെങ്കിൽ വാട്ട് എവർ ദ ഇൻപുട്ട് ദാറ്റ് വിൽ ബി ഗെറ്റ് ഇൻ ദ ഔട്ട്പുട്ട്. ബിക്കോസ് ഇത് ഓപ്പൺ സ്വിച്ച് ആണ്, ഓപ്പൺ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓപ്പൺ ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പാരലൽ സർക്യൂട്ട് ആയ കാരണം എന്താണ് ഇൻപുട്ട്, അത് തന്നെ ഔട്ട്പുട്ട് കിട്ടും. സീരീസ് ആയിരുന്നെങ്കിൽ അതല്ലായിരുന്നു അവസ്ഥ. ക്ലോസ്ഡ് ആണെങ്കിൽ മാത്രമായിരുന്നു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. പാരലൽ ആണെങ്കിൽ ഓപ്പൺ ആണെങ്കിലാണ് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അത് ഞാൻ ആദ്യത്തെ കേസിൽ പറഞ്ഞതാണ്. സോ വാട്ട് വിൽ ബി ദ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം? ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെ കിട്ടും? സോ ഇനീഷ്യലി let this is 4 voltage plus 4 voltage. അപ്പോൾ 0 to +4 വോൾട്ടേജ് വരെ +4 വോൾട്ടേജ് വരെ എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. കാരണം എന്താണ്? ഡയോഡ് ഓപ്പൺ തന്നെയായിരിക്കും. ഡ്യൂ ടു ദിസ് ബാറ്ററി മൂലം ഓപ്പൺ സർക്യൂട്ടിൽ തന്നെയായിരിക്കും. 4 വോൾട്ടേജ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട്? അപ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുക? എത്രയായിരിക്കും? പറഞ്ഞു, കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇൻ എഫക്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് ഏതെന്നാണ്? ഈ ബാറ്ററിയിൽ നിന്നാണ് എടുക്കുന്നത് അല്ലേ? ബാറ്ററി പാരലൽ സർക്യൂട്ടാണ്. ഇത് ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിൽ ബാറ്ററിയിൽ നിന്നാണ് എടുക്കുന്നത്. ബാറ്ററി എത്ര വോൾട്ടേജാണ്? 4 വോൾട്ടേജാണ്. ഈ 4 വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് വോൾട്ടേജാണ്? നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്. ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്. ഇവിടെ പ്ലസും ഇവിടെ മൈനസും, മേളിൽ പ്ലസും താഴെ മൈനസും വരുന്നതിന് എന്ത് വോൾട്ടേജ് ആയിട്ടാണ് എടുക്കുന്നത്? പോസിറ്റീവ് വോൾട്ടേജ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് എന്താ വോൾട്ടേജ് തന്നെ കിട്ടുക? +4 വോൾട്ടേജ് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ +4 വോൾട്ടേജിൽ എക്സീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് +4 വോൾട്ടേജ് തന്നെയാണ് കിട്ടുന്നത്. വൈ? ബിക്കോസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ടേക്കൺ അക്രോസ് ദിസ് സെല്ലിന് അക്രോസ് ആയിട്ട് എടുക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് കിട്ടുക. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് സൈക്കിളിലോ ഓൾറെഡി ഈ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആണ്. ഇനി നെഗറ്റീവ് സൈക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സ് ബയാസ് തന്നെയായിരിക്കും. അപ്പോൾ എപ്പോഴും ഇത് ഓപ്പൺ തന്നെയായിരിക്കും. അപ്പോൾ എന്താണോ എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് അത് തന്നെയായിരിക്കും എനിക്ക് ഔട്ട്പുട്ട് കിട്ടുക. സോ ഇന്ന് നെഗറ്റീവ് സൈക്കിളിൽ എനിക്ക് എന്താണോ ഇൻപുട്ട് അത് തന്നെയായിരിക്കും കിട്ടുക. ദറ്റ് മീൻസ് -10 വോൾട്ടേജ്. ബിക്കോസ് ദിസ് ഈസ് ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് ആയ കാരണം, എപ്പോഴും ഓപ്പൺ സർക്യൂട്ട് ആയ കാരണം എന്താണോ എൻ്റെ ഇൻപുട്ട് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. Clear? So what will be the transfer curve? So the transfer curve will be look like this. Initially that will be increased +4 la
+4 കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ദെൻ ഇതിൽ ഇങ്ങനെ കിട്ടും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാറ്ററിയുടെ പൊസിഷൻ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുക. ദെൻ ഡയോഡിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുക. ദെൻ അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം ഒന്ന് നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങൾ ഇതെല്ലാം എനിക്കൊന്ന് അയച്ചു തരിക. നിങ്ങളുടെ എവിടെയാണ് തെറ്റിയെന്ന് ഞാൻ പറയാം. അല്ലെങ്കിൽ ശരിയായിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക ഡിഫറെൻറ്റ് ലെവൽ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏത് ലെവൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ ഈ പറഞ്ഞ ഹോംവർക്ക് പോലത്തെ കാര്യങ്ങൾ അസൈൻമെൻറ്റ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.